ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ റിപ്പയറിനായിട്ട് എടുത്തിരിക്കുന്നത് സൗണ്ട് ക്രാഫ്റ്റിൻ്റെ UA16 എന്ന ഡിജിറ്റൽ മിക്സറാണ്. അപ്പം ഇതാണ് നമ്മുടെ മിക്സറിൻ്റെ ഫ്രണ്ട്. ഇനി നമുക്കതിൻ്റെ ഒരു സൈഡിലായിട്ടാണ് അതിൻ്റെ പവർ കൊടുക്കുന്നത്. അവിടെ DC 12 വോൾട്ട് അല്ല, നമ്മൾ 18 വോൾട്ട് DC ഇൻപുട്ടാണ് കൊടുക്കുന്നത്. അതിൻ്റെ സൈഡിലായിട്ടൊരു പവർ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിലാണ് ഇതിൻ്റെ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി, HDMI പോർട്ടുകൾ, USB, അതേപോലെ റീസെറ്റ് ബട്ടൺ എല്ലാം വരുന്നത്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഭാഗങ്ങൾ. ഇതാണ് ഇതിൻ്റെ ബാക്കിലായിട്ട് ഇതിൻ്റെ IP അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇതിൻ്റെ കംപ്ലൈൻ്റായിട്ട് വന്നത് ഇതിൻ്റെ ഔട്ട്പുട്ടിൽ തീരെ ക്ലാരിറ്റി ഇല്ലായ്മയാണ് പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത്. ഔട്ട്പുട്ടിൽ പൊട്ടലും ചീറ്റലും. അപ്പം ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്തോന്ന് നമുക്ക് നോക്കിയിട്ട് അത് റെഡിയാക്കണം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഇതിൻ്റെ സ്ക്രൂ എല്ലാം അഴിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഇൻറ്റേർണൽ പാർട്സ് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഫ്രണ്ടിലെ എല്ലാ സ്ക്രൂകളും അഴിക്കേണ്ടി വരും. നമുക്ക് ആ ഇൻപുട്ടും മറ്റേ XLR ജാക്കിൻ്റെ എല്ലാ സ്ക്രൂകളും, അതേപോലെ തന്നെ വോളിയം കൺട്രോൾ എല്ലാ സ്ക്രൂകളും, ഫ്രണ്ട് പാനലെല്ലാം സ്ക്രൂകളും അഴിച്ചാലേ നമുക്ക് ഇതിൻ്റെ മെയിൻ ബോർഡ് നമുക്ക് ഇളക്കാൻ പറ്റത്തുള്ളൂ. വോളിയം നോബ് എല്ലാം നമുക്ക് റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ തുറന്നിട്ടുള്ള വ്യൂ നമുക്ക് നോക്കാം. അപ്പം നമുക്ക് അതിനായിട്ട് ഫ്രണ്ടിലത്തെ സ്ക്രൂകളൊക്കെ അഴിച്ച്, ഫ്രണ്ടിൽ സ്ക്രൂവും അതേപോലെ തന്നെ ബാക്കിലത്തെ കവറും എല്ലാം അഴിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ ഇൻറ്റേർണൽ ആയിട്ടുള്ള മെയിൻ ബോർഡ് ഞാൻ അഴിച്ചെടുത്തിട്ടുണ്ട്. മെയിൻ ബോർഡും അതേപോലെ തന്നെ നെറ്റ്വർക്ക് കണക്ടിവിറ്റി വരുന്ന ഒരു സെപ്പറേറ്റ് ബോർഡും രണ്ട് ബോർഡുകളായിട്ടാണ് ഇതിനകത്ത് വരുന്നത്. മെയിൻ ബോർഡാണിത്. ഇതിനകത്താണ് നമ്മുടെ മെയിൻ ഇൻപുട്ട് ഔട്ട്പുട്ട് സെക്ഷൻ എല്ലാം വരുന്നത്. അതിനകത്ത് നമുക്ക് ഓരോരുത്തരത്ത് ഓരോ ടെസ്റ്റ് പോയിൻ്റ് TP1 അങ്ങനെ TP എന്ന് മാർക്ക് ചെയ്ത് ഓരോ പോയിൻ്റുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത് ടെസ്റ്റ് പോയിൻ്റുകളാണ്. ഈ ടെസ്റ്റ് പോയിൻ്റുകളിൽ നമുക്ക് ഓരോ വോൾട്ടേജുകളായിരിക്കും ഔട്ട്പുട്ടായിട്ട് നമുക്ക് മൾട്ടിമീറ്റർ വെച്ച് മെഷർ ചെയ്യാൻ ഉള്ള ഒരു സ്പോട്ടുകളാണ്. അപ്പം നമുക്ക് അവിടെ ഓരോ ടെസ്റ്റ് പോയിൻ്റുകളിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് ബോർഡിനകത്തുള്ള മെയിൻ വോൾട്ടേജുകൾ നമുക്ക് കിട്ടും. ഇത് നമ്മുടെ നെറ്റ്വർക്ക് ബോർഡിലോട്ടുള്ള കണക്ഷൻ പോകുന്ന വയറാണ് ആ കാണിച്ചത്. അതേപോലെ ഇതാണ് നമ്മുടെ DC ഇൻപുട്ട് ഒരു കോയിലിൽ കയറിയിട്ട് സ്വിച്ച് വഴി മെയിൻ ബോർഡിന് ഒരു 18 വോൾട്ട് പോകുന്ന ജാക്കാണത്. അതേപോലെ തന്നെ നമ്മുടെ നെറ്റ് ബോർഡിനുള്ള 18 വോൾട്ടിൽ നിന്ന് അത് 5 വോൾട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മുടെ നെറ്റ്വർക്ക് ബോർഡിലേക്ക് പോകുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ഇതിൻ്റെ രണ്ട് ബോർഡുകൾ. അപ്പം നമുക്ക് ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കേണ്ടതായിട്ടിരിക്കുന്നു. അപ്പം നമ്മൾ മെയിൻ ബോർഡും നമ്മുടെ നെറ്റ്വർക്ക് ബോർഡിൽ പ്രത്യേകിച്ച് ഇഷ്യൂ ഒന്നുമില്ല. നമ്മുടെ ഓഡിയോ ഔട്ട്പുട്ടിലാണ് ക്ലാരിറ്റി വ്യത്യാസം. അപ്പോൾ നമുക്ക് മെയിൻ ബോർഡിലായിരിക്കും എന്തെങ്കിലും കംപ്ലൈൻറ്റ് എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മെയിൻ ബോർഡിലോട്ട് ഡയറക്റ്റ് നോക്കാം. അപ്പം അതിനായിട്ട് നമ്മൾ മെയിൻ ബോർഡ് അഴിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം മെയിൻ ബോർഡിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. ഇപ്പം മെയിൻ ബോർഡിൽ നമുക്ക് നീല നിറത്തിൽ കാണുന്നതും ഓരോന്നും ഓരോ പവർ സപ്ലൈ സെക്ഷനാണ്. നമുക്ക് കിട്ടുന്ന 18 വോൾട്ടിനെ നമുക്ക് ഈ ബോർഡിലേക്ക് ആവശ്യമുള്ള ഓരോ പവർ വോൾട്ടേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഓരോ വോൾട്ടേജ് കൺവെർട്ടർ സെക്ഷനാണത്. അപ്പോൾ ഇതിനകത്തെല്ലാം നമുക്ക് കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടുന്നു എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം നമുക്ക് പവർ സപ്ലൈയിൽ എന്തെങ്കിലും തകരാറ് കൊണ്ടായിരിക്കും സൗണ്ടിന് ക്ലാരിറ്റി വ്യത്യാസം മിക്കപ്പോഴും വരുന്നത്. അപ്പം നമുക്ക് മെയിൻ ഔട്ട്പുട്ടിനുള്ള പവർ സപ്ലൈക്കകത്ത് നമുക്ക് ഡ്യുവൽ സപ്ലൈ ആണ് വരുന്നത്. -15, അതേപോലെ തന്നെ +15 ഒപ്പാമ്പ് ICക്ക് വേണ്ടിയുള്ള സപ്ലൈ ആണത്. അത് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഔട്ട്പുട്ടിനകത്ത് നല്ല പൊട്ടലും ചീറ്റലും അങ്ങനെയുള്ള ശബ്ദങ്ങൾ വരാറുണ്ട്. അപ്പം നമുക്ക് ഓരോ പവർ സപ്ലൈ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യത്തെ ഞാൻ ഇപ്പം ചെക്ക് ചെയ്തത് 3.3 വോൾട്ടിൻ്റെ ആയിരുന്നു. ഇത് 5 വോൾട്ട്, അതിലും 5 വോൾട്ട് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. അടുത്തത് വീണ്ടും നമുക്കൊരു -5 വോൾട്ടാണ്, അത് ഓക്കെയാണ്. അടുത്ത +5 വോൾട്ട്, ആ പവർ സപ്ലൈ ഓക്കെയാണ്. അടുത്ത ഇത് ഫാൻറ്റം പവറിൻ്റെ 48 വോൾട്ടാണ്. അപ്പം അതും നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ ഇനി നമുക്ക് ഔട്ട്പുട്ട് സെക്ഷനിലെ +15 -15 വോൾട്ടും പ്രസൻ്റ് ആണോ എന്ന് നോക്കാം. അപ്പം +15 ഓക്കെയാണ്. അതേപോലെ ഔട്ട്പുട്ട് സ്റ്റേജിലെ -15ൻ്റെ സെക്ഷനിലാണ് നമ്മളിപ്പം ചെക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ അടുത്തുള്ള ഒരു ഫിൽറ്റർ കപ്പാസിറ്റർ, സെറാമിക് കപ്പാസിറ്റർ വലുത് കാണും. അവിടെ നമുക്ക് ചെക്ക് ചെയ്ത് അതിൻ്റെ
വോൾട്ടേജ് ഒക്കെ. അപ്പം നമുക്ക് ഇവിടെ ഈ -15 വോൾട്ടിൻ്റെ സെക്ഷൻ നോക്കിയപ്പോൾ അവിടെ നമുക്ക് -1 വോൾട്ടോളമേ കിട്ടുന്നുള്ളൂ. അവിടെ നമുക്ക് ഔട്ട്പുട്ട് ഇല്ല. അപ്പോൾ ആ സെക്ഷനിലെ ഫിൽറ്റർ കപ്പാസിറ്റർ നല്ലോണം ഹീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ മിക്കവാറും കപ്പാസിറ്റർ ഷോർട്ട് ആയതുകൊണ്ടായിരിക്കും അവിടെ ഔട്ട്പുട്ട് കിട്ടാത്തത്. അപ്പം നമുക്കത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി നമുക്കപ്പം ആ കപ്പാസിറ്റർ ആദ്യം ഒന്ന് റിമൂവ് ചെയ്തിട്ട് വോൾട്ടേജ് മെഷർ ചെയ്ത് നോക്കാം. ഇപ്പം നമുക്ക് -1 വോൾട്ടേ ഇവിടെ ഔട്ട്പുട്ട് കിട്ടുന്നുള്ളൂ. അപ്പോൾ നമുക്കത് കൺഫേം ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ആ കപ്പാസിറ്റർ അവിടെ നിന്ന് അതിൻ്റെ മെയിൻ ഫിൽറ്റർ കപ്പാസിറ്റർ ഔട്ട്പുട്ടിൽ വരുന്ന കപ്പാസിറ്റർ നമുക്ക് മാറി നോക്കാം. ബാക്കി എല്ലാ വോൾട്ടേജുകളും കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. 5 വോൾട്ട് ഉണ്ട്, അതേപോലെ തന്നെ 3.3 വോൾട്ട് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ബാക്കി എല്ലാ സെക്ഷനിലുള്ള ഔട്ട്പുട്ടുകളും കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇത് ഫാൻറ്റം പവർ 48 വോൾട്ട്, അതും എല്ലാ വോൾട്ടേജും ഉണ്ട്. നമുക്ക് ഒരു -15 വോൾട്ടിൻ്റെ ഭാഗത്താണ് മിസ്സിങ് വന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഭാഗത്തെ ഫിൽറ്റർ കപ്പാസിറ്റർ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഫിൽറ്ററായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു കപ്പാസിറ്ററാണ്, SMD ടൈപ്പ് കപ്പാസിറ്റർ ആയിരുന്നു. അപ്പോൾ അത് റിമൂവ് ചെയ്തിട്ട് നമ്മൾ അവിടുത്തെ വോൾട്ടേജ് ഒന്ന് മെഷർ ചെയ്യുകയാണ്. അപ്പോൾ അത് ഞാൻ റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് അവിടുത്തെ വോൾട്ടേജ് ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. അപ്പം വോൾട്ടേജ് നമുക്ക് -14.8, അതായത് 15 വോൾട്ടോളം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ കപ്പാസിറ്റർ റിമൂവ് ചെയ്തുകൊണ്ട് വോൾട്ടേജ് ഫിൽറ്ററിങ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് വോൾട്ടേജ് കുറവായിട്ടായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ റിമൂവ് ചെയ്ത കപ്പാസിറ്ററിന് പകരം നമുക്ക് അവിടെ ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ഇട്ട് റീപ്ലേസ് ചെയ്ത് നോക്കാം. ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ യൂസ് ചെയ്യുമ്പോൾ അപ്പോൾ അതിൻ്റെ പൊളാരിറ്റി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ നെഗറ്റീവ്, അതായത് ഗ്രൗണ്ട് ഭാഗത്ത്, അതായത് 0 വോൾട്ടിൻ്റെ ഭാഗത്ത് നമ്മൾ പോസിറ്റീവ് പൊളാരിറ്റിയും, നെഗറ്റീവ് -15 വോൾട്ടിൻ്റെ ഭാഗത്ത് നെഗറ്റീവ് പൊളാരിറ്റിയും നോക്കി കൊടുക്കണം. അല്ലാത്ത പക്ഷം കപ്പാസിറ്റർ വീണ്ടും ഷോർട്ട് ആവാൻ സാധ്യതയുണ്ട്. ഓവർ ഹീറ്റ് ആവുകയും പൊട്ടാനും സാധ്യതയുണ്ട്. ഷോർട്ട് ആവും. പൊളാരിറ്റി അതുകൊണ്ട് കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് തന്നെ കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വോൾട്ടേജ് മെഷർ ചെയ്യണം. അപ്പം നമുക്ക് അവിടെ 15 വോൾട്ട് ഇപ്പം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പം നമ്മുടെ സിസ്റ്റം കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇത് ടെസ്റ്റിങ്ങിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാനിവിടെ ഫോസിയുടെ ബ്ലൂടൂത്ത് റിസീവറും ഫോസിയുടെ തന്നെ ഒരു ആംപ്ലിഫയറും എടുത്തിട്ടുണ്ട്. നമുക്ക് ഫോസിയുടെ ഈ ബ്ലൂടൂത്ത് റിസീവറിൽ നിന്നുള്ള ഔട്ട് എടുത്ത് നമ്മുടെ ആഡിയോ ഇന്നായിട്ട് മിക്സറിൽ കൊടുത്തേക്കാണ്. അതേപോലെ തന്നെ മിക്സറിൽ നിന്നുള്ള ഔട്ട് നമ്മുടെ ആംപ്ലിഫയറിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ആംപ്ലിഫയറിലേക്ക് ഔട്ട് എടുത്ത് നമ്മൾ ആംപ്ലിഫയറിൻ്റെ ഇന്നായിട്ടും കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു സ്പീക്കറും കണക്ട് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പം നമുക്കൊരു NCS പ്ലേ സോങ് നമ്മുടെ ബ്ലൂടൂത്ത് വഴി പ്ലേ ചെയ്തിട്ട് ജസ്റ്റ് നമുക്ക് ക്ലാരിറ്റി വ്യത്യാസം വല്ലതും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് ആദ്യം ഒരു ചാനൽ മാത്രമാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഡിജിറ്റൽ മിക്സർ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ഒന്നെങ്കിൽ ഐപാഡ് അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിച്ച് നമുക്ക് അതിനകത്ത് കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഞാൻ മൊബൈലിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ നമ്പർ 2 ചാനലിനകത്ത് നമ്മൾ വോളിയം ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ നമ്പർ 2 ചാനലിലേക്കാണ് ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ 2 ലെഫ്റ്റ് റൈറ്റ് ഔട്ട്പുട്ടുകളും നമുക്ക് മാറി മാറി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് ഔട്ട്പുട്ട് കറക്റ്റായിട്ട് ഇപ്പം നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 2 ചാനലിൽ നിന്നുള്ള ഔട്ട്പുട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി. അപ്പം നമുക്ക് കറക്റ്റ് ഔട്ട്പുട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ സർവീസ് റിപ്പയർ സക്സസ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒരു സെറാമിക് കപ്പാസിറ്റർ ഷോർട്ട് ആയതായിരുന്നു നമ്മുടെ ആംപ്ലിഫയർ ക്ലാരിറ്റി വ്യത്യാസം കാണിച്ചത്. അപ്പോൾ നമ്മൾ അടുത്ത ചാനലിൽ നിന്നുള്ള ഔട്ട്പുട്ട് നമ്മുടെ ആംപ്ലിഫയറിലേക്ക് കണക്ട് ചെയ്ത് 2 ചാനലും ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പം എല്ലാവർക്കും താങ്ക്സ്.